വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന ഒരു ഹാമ്പറിൻ്റെ ഓർഡറാണ് കേട്ടോ. അറേഞ്ച് ചെയ്തതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഹാമ്പറിൻ്റെ ഉള്ളിലാക്കി ഒരു ഗിഫ്റ്റഡ് ഐറ്റമായിട്ട് വേണം നമ്മളിത് പാക്ക് ചെയ്ത് അയക്കാൻ. ആലപ്പുഴ വിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പ്രൈസ് ടാഗ് എല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഷർട്ടിൻ്റെ ഒരു പ്രൈസ് ടാഗും റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു പ്രൈസ് ടാഗും റിമൂവ് ചെയ്തു. ഈ ഷർട്ടും സ്മാർട്ട് വാച്ചും അവർ നമുക്ക് ഒരു മാസം മുന്നേ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് വേണം ഈ ഹാമ്പർ സെറ്റാക്കി കൊടുക്കാൻ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത് അവരുടെ ഇഷ്ടപ്പെട്ട 10 ഫോട്ടോസ് നമ്മൾ പോളറോയിഡ്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർ സെലക്ട് ചെയ്ത ഹാമ്പർ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഈ കൊടുക്കേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ A4 ഒരു അടിപൊളി ഫ്രെയിമാണ് കേട്ടോ. എനിക്കിതിൻ്റെ ബോർഡർ ഫ്രെയിം ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അടിപൊളി ഒരു പ്രിൻ്റായിരുന്നു. ആ ഫോട്ടോയ്ക്ക് നല്ല മാച്ചിങ് ആയിരുന്നു. അതിനുശേഷം ഷർട്ട് ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പോളറോയിഡ്സ്. ഈ പോളറോയിഡ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട 10 ഫോട്ടോസ് സെലക്ട് ചെയ്ത് തന്നത് നമ്മുടെ കോംപ്ലിമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കുറച്ച് റോസസും അതുപോലെ അവരുടെ സ്മാർട്ട് വാച്ചും നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ആലപ്പുഴ വിട്ട് പോകേണ്ട പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പാക്കിങ്ങിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ടാണ് ഒരു 250+ എമൗണ്ടൊക്കെ നമ്മുടെ പാക്കിങ്ങിന് മാത്രമാകും കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം എടുക്കുന്നത് A4 ഫ്രെയിം പാക്ക് ചെയ്യാനാണ്. ഈ ഒരു A4 ഫ്രെയിം നല്ല രീതിയിൽ തന്നെ നല്ല പാക്കിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ പ്ലാസ്റ്റിക് റാപ്പർ വെച്ചാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. അതിനുശേഷം തെർമോക്കോൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലേക്ക് ലീവിന് വന്നിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഔട്ട് ഓഫ് ഡിസ്ട്രിക്റ്റ് പോകുന്ന വർക്കുകൾക്ക് ഒരാൾ ഹെൽപ്പ് ഉള്ളത് എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. കാരണം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പാക്കിങ്ങിന് പോകണം. അപ്പം നമുക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ബെനിഫിറ്റ് ആയിട്ട് തോന്നത്തുള്ളൂ. അതുപോലെ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. കാരണം ഇത് ഒരാളെ കൊണ്ട് പറ്റുവാണെങ്കിൽ പറ്റി. ഇപ്പോൾ എനിക്ക് ലീവിന് ഉള്ള ടൈം അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് കൂടെ ഒരാളുള്ളപ്പോഴത്തേക്കും വലിയൊരു ആശ്വാസമാണ്. ഒരാൾ ഒറ്റയ്ക്ക് എടുക്കേണ്ട പ്രഷർ ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല യൂസ്ഫുള്ളായി. 2 പേരെയും ഉറക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ രാത്രി ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് നല്ല രീതിയിൽ എനിക്ക് ഇപ്പോൾ വശമായി. കാരണം ഇപ്പോൾ ഒത്തിരി വർക്കുകൾ ഹാൻഡിൽ ചെയ്ത് പൊട്ടാതെ ഇതെങ്ങനെ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്താമെന്നുള്ള രീതിയിൽ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കോസ്റ്റ് തന്നെ നമ്മുടെ പാക്കിങ്ങിനാവുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആദ്യം ഹാമ്പർ സെറ്റാക്കുകയാണ്. ഹാമ്പറിൽ ഒരു താങ്ക് യു വിഷും അതുപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഒരു ലോഗോയും ഒട്ടിക്കുന്നു കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ നേരത്ത് ഞാൻ ഫ്രെയിം വെച്ചപ്പോഴത്തേക്കും ഫ്രെയിം തന്നെ നിറഞ്ഞു. കാരണം പിന്നെ അതിലൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത് ഹാമ്പറിൻ്റെ പുറത്തായിട്ട് ഫ്രെയിം വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. അങ്ങനെ ഓരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ടൈമിൽ ഓൾറെഡി ഹാമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ പാക്കിംഗ് ആണ്. അപ്പോൾ ഹാമ്പറിൻ്റെ വർക്ക് വരുന്ന ടൈമിൽ ആലപ്പുഴ വിട്ട് പോകുന്ന വർക്കാണെങ്കിൽ ഞാനതിൽ പാക്കിങ്ങിൽ ചെയ്യുന്ന ഏറ്റവും അടിപൊളി ഒരു ഹാക്കാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ മൊത്തത്തിൽ അത് പാക്ക് ചെയ്യാതെ അതിൻ്റെ മെറ്റീരിയൽസ് ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം, അതായത് നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റാണോ റാപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു പാർട്ട് നമ്മൾ ആദ്യം ഒരു റാപ്പർ വെച്ച് കവർ ചെയ്യുക. കാരണം അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇത്രയും ഷെയ്ക്കായിട്ടാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്നൊരു ട്രസ്റ്റ് ഉണ്ട്, അത് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. ഒരിക്കലും കൊറിയറുകാർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയർ കൊടുക്കരുത്. സോ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത് പാക്കിംഗ് എത്രയും അടിപൊളിയായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു റാപ്പ് ചെയ്ത് മാത്രം അതിൻ്റെ ഔട്ടർ കവർ വെച്ച് കെട്ടുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ അത് സെറ്റാക്കി കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ അടിയിൽ ഫ്രെയിം വെച്ച് പാക്ക് ചെയ്തു കേട്ടോ. നടക്കുന്നത് നമ്മുടെ ഫൈനൽ പാക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരാളുടെയും കൂടെ ഹെൽപ്പ് ഉള്ളപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സാധനമാണ്. കാരണം ഇതിന് ഒരാളും കൂടെ ഒന്ന് പിടിച്ച് ടൈറ്റ് ചെയ്തൊക്കെ തന്നാൽ മാത്രമേ നമ്മുടെ പാക്കിങ് ടൈറ്റായിട്ടും സേഫായിട്ടും ഇരിക്കും. അതുപോലെ തന്നെ ലീവിനുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതിൻ്റെ പാക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അതിലേറെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം നമ്മുടെ പാക്കിങ് അത്രമാത്രം സേഫാണ്, ജെന്യുവൻ ആണ്. നമുക്ക് തരുന്ന ഒരു ട്രസ്റ്റ് നമ്മൾ ഈ പാക്കിങ്ങിലൂടെയും നമ്മുടെ വർക്കിലൂടെയും നമ്മൾ കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുമ്പോഴും അവരുടെ റിപ്ലൈയുമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയ കസ്റ്റമറിൻ്റെ ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള വേർഡ്സാണ് നമുക്ക് അടുത്ത വർക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ. പാക്കിങ് കഴിഞ്ഞു സെറ്റാക്കി ഇത് നമുക്ക് കസ്റ്റമറിൻ്റെ റിവ്യൂ നോക്കാം.
പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്നാണോ പ്രോഡക്റ്റ് വേണ്ടത് അതിൻ്റെ തലേന്ന് തന്നെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെൽ പാക്ഡ് ആയിരുന്നു. പാക്കിങ് നല്ല ക്ലീനായിരുന്നു, സേഫായിരുന്നു. പ്രത്യേകിച്ച് പറയാനുള്ള സേഫായിരുന്നു. വെച്ച് വന്ന പ്രോഡക്റ്റ് അതേപോലെ തന്നെ ഇങ്ങ് എത്തുന്ന രീതിയിൽ അത്രയ്ക്ക് സേഫായിട്ടാണ് നിങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാമ്പറിൽ നമ്മൾ അന്ന് 1 മന്ത് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സിനും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഒരുപാട് ഇഷ്ടമായി. കോംപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള പോൾറൈറ്റ്സ് എസ്പെഷ്യലി നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. മെയിൻലി പറയേണ്ടത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. നല്ല ക്ലീനായിട്ടാണ് അതിൻ്റെ പാക്കിങ്ങും സേഫായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാക്കിങ്ങൊക്കെ. എന്താ പറയുക, താങ്ക്സ് വെരി മച്ച്. താൻ നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്.